R15 V3 വേണോ MT15 വേണോ എന്ന് ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുന്ന കുറച്ച് പേർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. ഈ വീഡിയോയിൽ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല. രണ്ട് മോട്ടോർ സൈക്കിൾ നമ്മുടെ കയ്യിൽ കിട്ടിയതുകൊണ്ട് ചെറിയൊരു ഐഡിയയ്ക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഈ രണ്ട് വണ്ടിയുടെയും എൻജിൻ സ്പെക്ക് സിമിലറാണ്. രണ്ടിലും VVA ടെക്നോളജി ഉണ്ട്. VVA ടെക്നോളജിയെക്കുറിച്ച് ഇപ്പോൾ അങ്ങനെ പറയേണ്ട കാര്യമൊന്നുമില്ല. ഫ്യൂൽ എഫിഷ്യൻറ്റും ആണ്. അതുപോലെ തന്നെ വേണ്ടുന്ന ടൈമിൽ നമുക്ക് നല്ല പവറും കിട്ടുന്നുണ്ട്. ഇതിൻ്റെ രണ്ടിൻ്റെയും മെയിൻ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൻ്റെ എർഗണോമിക്സിലാണ് വ്യത്യാസം വന്നിട്ടുള്ളത്. ഇപ്പം തന്നെ കണ്ടില്ലേ, നമ്മുടെ V3യിൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആയതുകൊണ്ട് നമ്മൾ ഈ പോത്ത് ഹോൾസൊക്കെ ഉള്ള റോഡിലൂടെ പോകുമ്പോഴത്തേക്ക്, അതുപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ഒരിച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നിരുന്നാൽ തന്നെ ഹൈ സ്പീഡിൽ ഹൈവേയിലൂടെയോ അല്ലെങ്കിൽ നല്ല റോഡിലൂടെയൊക്കെ നമ്മൾ പോകുമ്പോഴത്തേക്ക് മറ്റേതിലും കൺട്രോൾ ചെയ്യാൻ ഈസിയാണ്. അതുപോലെ തന്നെ കോർണറൊക്കെ എടുത്തു പോകാനായിട്ട് നല്ലൊരു ഫീലും നല്ലൊരു ഫീഡ്ബാക്കും റെസ്പോൺസും എല്ലാം നമുക്ക് ഈ ഒരു ഹാൻഡിൽ ബാർ തരുന്നുണ്ട്. അതേസമയം നമ്മളിപ്പോൾ MT15 നോക്ക്, കുറച്ച് അപ്രൈറ്റ് ആയിട്ടാണ് നമ്മളിരിക്കുന്നത്. ഈ വൈഡ് ഹാൻഡിൽ ബാർസൊക്കെ നല്ല കംഫോർട്ട് തരുന്നുണ്ട്. സിറ്റി ട്രാഫിക്കിൻ്റെ ഇടയിലൊക്കെ പോകാൻ R15ലും ബെസ്റ്റ് MT15 തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷനൊക്കെ ഓൾമോസ്റ്റ് സിമിലർ ആയതുകൊണ്ട് തന്നെ ഓവറായിട്ട് അങ്ങനെ കംഫർട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മുടെ V3യിൽ അറിയുന്നത് പോലെ തന്നെ ഈ റോഡിലെ ഓരോ ഇംപെർഫെക്ഷൻസും നമുക്ക് നമ്മുടെ ബോഡിയിൽ അറിയാൻ പറ്റുന്നുണ്ട്. പിന്നെ MT15 R15 V3 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ സ്പ്രോക്കറ്റിൽ ഒരു 4 ടീത്തൂടെ എക്സ്ട്രാ ഉണ്ട്. അതിൻ്റേതായ ഒരു ഇൻസ്റ്റൻറ്റ് പവർ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷേ ടോപ്പ് സ്പീഡ് ഇതിനെക്കാട്ടും കൂടുതൽ V3 ആയിരിക്കും. പിന്നെ അറ്റ് ലാസ്റ്റ് പറയണ്ടല്ലോ, V3 ഇഷ്ടപ്പെടാനൊരു കാര്യമുണ്ടല്ലോ, അതിൻ്റെ ഒരു ലുക്സ്. പിന്നെ ഇതെല്ലാം സബ്ജക്റ്റീവ് ആണല്ലോ. പക്ഷേ ഇതിൽ സൂക്ഷിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. യമഹയുടെ എഞ്ചിൻ്റെ റിലയബിലിറ്റി എല്ലാവർക്കും അറിയാമല്ലോ. അത്യാവശ്യം ഡിപ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എഞ്ചിനാണ്. പക്ഷേ V3യിലൊക്കെ കൂടുതലായി കണ്ടുവരുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ ABS മോട്ടറിൽ കംപ്ലയിൻസ് കൂടുതലായിട്ട് വരാറുണ്ട്. അതുകൊണ്ട് സെക്കൻഡ് ഹാൻഡ് മോട്ടോർ സൈക്കിളൊക്കെ വാങ്ങിക്കാൻ പോകുന്നവർ അതൊക്കെ ഒന്ന് മൈൻഡിൽ വെച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.